ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേലും വായും കയ്യും എല്ലാം പൊള്ളി നമ്മുടെ നന്ദിനി ഇങ്ങനെ നിൽക്കുക. എന്നാ അടി ഇന്ന് വിനായകൻ ചോദിക്കുമ്പോൾ പൊള്ളി 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 എന്നും പറഞ്ഞ് കിടന്ന് കാറും കേട്ടോ. ആ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതാണെന്ന് വേദ അന്നേരം പറഞ്ഞു. അന്നേരം ആ എന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ പറയാം. അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എനിക്കിട്ട് വെച്ച പാര തിരിച്ച് കിട്ടിയതല്ലേ എന്ന് വേദ അന്നേരം നന്ദിനിയോട് ചോദിച്ചു. അപ്പോൾ എന്താ നന്ദിനിയുടെ ഇത്? വീട്ടിലായാലും പുറത്താണേലും ഒരുപോലെയാണല്ലോ എന്ന് വിക്രം. ആ എൻ്റെ പൊന്നോ, വണ്ടിയുടെ ഭയങ്കര ടർക്കി ഇരിപ്പുണ്ട്, തുടച്ചിട്ട് വരാൻ പറഞ്ഞ് നന്ദിനിയെ പറഞ്ഞു വിട്ടു. വിനായകൻ നന്ദിനി തുടയ്ക്കാൻ പോയി. അന്നേരം എന്ത് പറയാൻ എൻ്റെ വേദേ എന്നും പറഞ്ഞ് വിനായകൻ ഇരിക്കുന്നു. അത് അങ്ങനെ ഒരു ജന്മം. അപ്പം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ എന്ന് വേദ പറയാം. ഈ സമയത്ത് അവിടെ വണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് ഇവർ അപായപ്പെടുത്താൻ. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചിട്ട് ഇങ്ങനെ പോരുന്നു. അപ്പോൾ ഒരു വണ്ടി വന്നു, ആ വണ്ടി നിർത്തി കൊടുത്തു. ഇവരെല്ലാവരും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം ചെന്നു. അപ്പോഴാണ് നമ്മുടെ വേദയും അച്ഛനും അവരെല്ലാവരും കൂടി ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ മാഷാണെങ്കിൽ റോഡിലൂടെ പതുക്കെ നടന്നു വരും. അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കി. അപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് നടന്നു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രം അച്ഛാന്ന് വിളിച്ച് ഓടിച്ചെന്ന് അച്ഛനെ പിടിച്ചിങ്ങ് വലിച്ചങ്ങ് മാറ്റുമോ. ഈ വണ്ടി അങ്ങ് ഭയങ്കര സ്പീഡിൽ അങ്ങ് പോവുകയും ചെയ്യുമായിരുന്നു. അത് നമ്മുടെ മാഷിനെ ഇടിക്കാൻ വന്ന വണ്ടിയാണ്. വിക്രമാണ് അച്ഛനെ രക്ഷിച്ചെടുത്തത്. അപ്പോഴത്തേക്കും വേദയൊക്കെ ഓടി വന്നു. അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ചു. ആരും പ്രതീക്ഷിക്കാത്തൊരു അറ്റാക്ക്. മാഷ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു മാഷ്. അപ്പോൾ അച്ഛൻ വന്നേ എന്ന് പറഞ്ഞു വേദ വിളിച്ചുകൊണ്ട്. അപ്പോൾ കണ്ണും മൂക്കും ഇല്ലാത്ത ഓരത്തിൻ്റെ പായല സൂക്ഷിച്ച് നമുക്ക് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്നിട്ട് അങ്ങ് പോയി. എന്നിട്ട് പിന്നെ വണ്ടിയിൽ കയറി. അതിന് ശേഷം എല്ലാവരും ഓറഞ്ച് മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തും കഴിച്ചുമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ നന്ദിനി ഓരോന്ന് ചുമ്മാ കുത്തി കുത്തി ഇങ്ങനെ പറയുക. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ യാത്ര കഴിയുന്നത് വരെയെങ്കിലും ഉള്ളിലുള്ള പാര എടുത്ത് അടുപ്പത്ത് വയ്ക്കുക, അപ്പോൾ കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നന്ദിനിയോട് പറയാം. അതും നന്ദിനിക്ക് അങ്ങ് കൊണ്ടു ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എല്ലാവരും ഓറഞ്ചൊക്കെ കഴിച്ച് ഇങ്ങനെ പോകുക കേട്ടോ. ഈ സമയത്ത് വിക്രം എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുക. അതായത് പുറകിലൂടെ ഇനി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. വിക്രത്തിൻ്റെ കാര്യം മനസ്സിലായതാ. അപ്പോൾ വേദ ചോദിച്ചു, ഇതെന്തീ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് വിക്രം ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് എറിഞ്ഞിട്ടാണ് നോക്കിയത്. ഇതെന്താ വിക്രം കാണിക്കുന്നത്? ഇതൊന്നും ഇങ്ങനെ എറിയല്ലേ, വേസ്റ്റ് ബോക്സിൽ എവിടെയെങ്കിലും കൊണ്ടിടാം. എന്ത് സാധനം കിട്ടിയാലും ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയുന്ന സ്വഭാവം ആദ്യം നിർത്തണം കേട്ടോ എന്ന് പറഞ്ഞു. വക്കടേ ന്യായമെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ഇരിക്കുക. വേദാ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത്? അല്ല, കുറേ നേരമായിട്ടേ നമ്മളെ ഒരു വണ്ടി പിന്തുടരുന്നുണ്ട് എന്ന് പറയുക. ആ വണ്ടി നേരത്തെ അച്ഛനെ ഇടിക്കാൻ വന്നതെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോഴത്തേക്കും വേദ എഴുന്നേറ്റ് നോക്കുക. നന്ദിനി ഇതെല്ലാം കേട്ട് ചെവി വട്ടം പിടിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. എന്തോ കള്ളത്തരം ഉണ്ടെന്ന് നന്ദിനിക്ക് മനസ്സിലായി. അപ്പോൾ നന്ദിനി എന്നിട്ട് ഇവരെ തന്നെ ശ്രദ്ധിക്കാം. വിക്രം പറഞ്ഞതുപോലെ തന്നെ ആ വണ്ടി ഇവരുടെ പിന്നാലെ ഉണ്ട്. അപ്പോൾ വേദയ്ക്കും ടെൻഷനായി. ഇനിയിപ്പോൾ എന്നാ ചെയ്യും, എന്തോ ഒരു ചതി പുറകിലുണ്ടല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്ഥലത്ത് ഇവരെത്തി. അവിടെ ചെന്നു. വിശ്വം പറഞ്ഞു ഇന്ന സ്ഥലമാണ്. അവിടെ ചെന്നിട്ട് ഒരു 10 മിനിറ്റ് കയറ്റം കയറി നടക്കാനുണ്ട്, എല്ലാവരും ഇറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഓരോരുത്തരായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് കയറി പോകാനായിട്ട് നോക്കും. അപ്പോഴും ആ വണ്ടി ആ ഭാഗത്ത് ഒരു സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്നത് വിക്രം കണ്ടു. അപ്പോൾ വിക്രം എന്നിട്ട് അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വേദ അങ്ങോട്ടേക്ക് വന്നു. വേദ വന്നപ്പോൾ വിക്രം എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് വിക്രം എന്നിട്ട് ഈ വണ്ടിയുടെ അടുത്തേക്ക് പോവുക. ആ വണ്ടിയുടെ അരികിലേക്ക് ചെന്നപ്പോൾ വണ്ടി അവിടെ അടച്ചിട്ടേക്കും കേട്ടോ. ആളുമില്ല. അപ്പോൾ അങ്ങനെ അവർ അത് നോക്കിയിട്ട് വിക്രം ഇങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് ഇവരെല്ലാവരും നടന്ന് കയറി തുടങ്ങി. അപ്പോൾ അപ്പമോള് ഓടി കയറും അപ്പമോളെ എന്നൊക്കെ നന്ദിനി ഇങ്ങനെ ചോദിച്ചു. പിന്നെ ഞാൻ കയറാലോ എന്ന് പറഞ്ഞു. അപ്പോൾ വിക്രം ഇങ്ങനെ എന്തൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള ഓട്ടപ്പാച്ചില്ല. അപ്പോൾ വിനായകനും വിശ്വനും ചോദിച്ചു, നീ വരുന്നില്ലേടാ മുകളിലോട്ടെന്ന്. അപ്പോൾ നിങ്ങൾ നടന്നോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ശരിയടാന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. അത് കഴിഞ്ഞ് ഇവർ ആ ഒരു ചെറിയൊരു കയറ്റം കയറി ഇറങ്ങി മുകളിൽ ചെന്നിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നു. നല്ല തണലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാം ഒരുപാട് ഇഷ്ടമായി അവർക്ക്. അങ്ങനെ നല്ല ശാന്തമായിട്ടൊരു സ്ഥലം, ഒരു പഴയ പുരാതനമായിട്ടുള്ളൊരു അമ്പലമോ അങ്ങനെ ഒരു കെട്ടിടമോ അങ്ങനെയൊക്കെയുള്ളൊരു ഇത്. അപ്പോൾ അതെല്ലാം കണ്ട് എല്ലാവരും ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴും ഇങ്ങനെ വിക്രം ആ ഒരു അന്വേഷണത്തിലാണ്. അവർ പിന്നാലെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഗുഹകളും ഇരുട്ടും റൂമുകളും ഒക്കെ നിറഞ്ഞൊരു പഴയ ഒരു കെട്ടിടം. കുറേ നടന്ന് എല്ലാവരും അവർ ഇരുന്നു. അപ്പോൾ ഒരു കൽമണ്ഡപമൊക്കെ ഉണ്ട്, അവിടെ എല്ലാവരും ഇരുന്നു. അതിനുശേഷം വിനായകൻ വലിയൊരു പാറപ്പുറത്ത് കയറി ഇങ്ങനെ നോക്കും. അപ്പോൾ ഭയങ്കര വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലം. വിനായകൻ കയറി നിന്ന് ഇതെല്ലാം കണ്ടോട്ടെ എന്താ ഒരു ഭംഗിയെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിലോ ആ കൽമണ്ഡപത്തിലെയും അതുപോലെ ആ കെട്ടിടത്തിലെ കൊത്തുപണികളും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഓരോരുത്തരും ഓരോ വഴികളിലൂടെ ഇങ്ങനെ നടക്കും. ഇതൊക്കെ കണ്ടു ആസ്വദിച്ചു ഇഷ്ടപ്പെട്ടും അങ്ങനെ കാണാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. വിനായകനാണെങ്കിൽ അവിടെ കയറി നിന്ന് ഇങ്ങനെ ഇത് തന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ വിക്രവും വേദയും കൂടെ ഒരുമിച്ചായി. അത് കഴിഞ്ഞപ്പോൾ വിക്രം ആ പോയ സ്ഥലത്തെ പറ്റിയുള്ള ആ ഒരു ഐതിഹ്യം ഉണ്ടല്ലോ, അത് വേദയോട് പറയുവാണ്. പണ്ടൊരിക്കൽ ഞാനും അച്ഛനും അമ്മയും കൂടി ഇവിടെ വന്നിട്ടുണ്ടെന്നും അന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളൊരു കഥയുണ്ടെന്നും ഒരിക്കൽ
താഴെ ഗ്രാമത്തിലൊരു പെൺകുട്ടി ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഇവിടെ മലയിലെത്തിയത്രേ. അവളെ ഒരു കാട്ടുമൃഗം പിന്തുടരുകയായിരുന്നു എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ വിക്രം അത് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നിഴല് പോലെ ഇവരുടെ പിന്നിൽ നിന്ന് പോകുന്നത് വിക്രം കണ്ടു. അപ്പോൾ വിക്രം അങ്ങനെ നോക്കി. അപ്പോൾ വിക്രത്തിന് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. പിന്നെ വിക്രം ആ കഥ തുടരുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കഥ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം പറയുമ്പോഴും ഒരാൾ ഇവരിങ്ങനെ പിന്തുടരുന്നുണ്ട്. അപ്പം അത് വിക്രത്തിന് മനസ്സിലാകുന്നുണ്ട്. വിക്രം ഇപ്പം ഇതൊന്നും അറിയാതെ വേദ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുക. പക്ഷെ വിക്രം ഇങ്ങനെ ഇതാരാണെന്ന് അറിയാനുള്ള ഒരു തെരച്ചില്ല. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്തോടെ പോയി. വേദയാണെങ്കിൽ ഒരിടത്ത് പോയി പിന്നെ ഫോട്ടോ എടുക്കലായി കാര്യങ്ങളായി ഇങ്ങനെ നിൽക്കുന്നു. വിക്രം എന്നിട്ട് അവിടുത്തെ പാറയിടുക്കി കൂടെയും ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥലത്തോടെ ഇങ്ങനെ ചെക്ക് ചെയ്യുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുവാണ്. ഈ സമയത്ത് പിന്നെ വേദ ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ വേദയുടെ പിന്നിലും നന്ദിനി ചെന്നു. അപ്പോൾ ഈ ഒരു വീഴാൻ പാകത്തിനുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വേദ നിൽക്കുന്നു. ഈ നന്ദിനി എന്നിട്ട് പാത്തും പതുങ്ങിയും ചെന്ന് വേദയുടെ പുറകിൽ ഒളിച്ച് നിൽക്കുക. അപ്പോൾ താഴേക്ക് വലിയ കൊക്ക പോലത്തെ ഒരു സ്ഥലമാണ്. ഈ നന്ദിനി എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ വേദയെ തള്ളിയിടാൻ പാകത്തിന് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുകയും നമ്മുടെ നന്ദിനിയെ പിറകിൽ നിന്ന് ആരോ പിടിച്ചു വലിച്ചു. അപ്പോഴത്തേക്കും നന്ദിനി അവിടുന്ന് കാല് തെന്നിയവന്ത് പോലെ ആയിപ്പോയി. പെട്ടെന്ന് ഉരുണ്ട് താഴെ കുഴിയിലേക്ക് നന്ദിനി പോയി വീഴുക. അല്ലെങ്കിൽ നന്ദിനി ഉറപ്പായിട്ടും വേദയെ തള്ളിയിട്ടേനെ ആ കുഴിയിലേക്ക്. അങ്ങനെ നമ്മുടെ നന്ദിനി അവിടെ നിന്ന് ഉരുണ്ട് പോയി വീണു. അപ്പോഴത്തേക്കും വേദയും വിനായകനൊക്കെ ഓടി വന്നു. എടീ എന്നും പറഞ്ഞു ഓടി വന്നു. അപ്പോൾ എന്താ പറ്റിയടി എന്താടി എന്ന് ചോദിച്ചു. അപ്പോൾ മാറി നിൽക്കുക അങ്ങോട്ട് പിടിക്കങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി കിടന്നു വരുന്നവർ. അപ്പോഴത്തേക്കും വിക്രവും എല്ലാവരും ഓടി വന്നു. നന്ദിനി അടുത്ത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. കൈയൊക്കെ പൊട്ടി. അപ്പോൾ വേദം ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ വന്നതാ, എന്നെ പുറകിൽ നിന്ന് ആരോ പെട്ടെന്ന് തള്ളിയിട്ടെന്ന് പറഞ്ഞു. തള്ളിയിട്ടോ? ആര്? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇവക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്ന് വിനായകൻ പറഞ്ഞു. എന്തായാലും നമുക്ക് ഇറങ്ങാം, അവിടെ അച്ഛനും അമ്മയ്ക്കും ഒറ്റയ്ക്കല്ലേ എന്ന് വിക്രം പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടി താഴേക്ക് തന്നെ ഇറങ്ങി പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും ആരോ വന്ന് ഇതിനകത്ത് പണിതിട്ടുണ്ടെന്ന് വിക്രത്തിന് മനസ്സിലായി. വിക്രം എന്നിട്ട് ഇങ്ങനെ ആ നേരം കൊണ്ട് ആ ചുറ്റുപാട് മുഴുവനും നോക്കി. അപ്പോൾ ആരെയും കാണാനും ഇല്ല, എന്താ സംഭവിച്ചതെന്നൊരു വ്യക്തതയും ഇല്ല. പക്ഷെ ആരോ ഇവരുടെ പിന്നാലെ നിഴൽ പോലെ ഉണ്ട്. അത് വിക്രത്തിന് കൃത്യമായി അറിയുകയും ചെയ്യാം. അതിനുശേഷം പിന്നെ വണ്ടിയിൽ കയറി എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് നന്ദിനിയുടെ കയ്യിൽ മരുന്നും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത് വേദയാട്ടോ. അങ്ങനെ ഉന്തിയിടാൻ പോയവൾ തന്നെ പണി മേടിച്ച് കെട്ടി. അപ്പോൾ നന്ദിനിയുടെ എൻ്റെ പുറകിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ എന്ന് വേദ പറയുമ്പം ഞാൻ വേദയെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതുണ്ടായതെന്ന് നന്ദിനി പറയും കേട്ടോ. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് കൈ ഇങ്ങനെ ഊതിയും വേദന സഹിക്കാൻ മേലാതെ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ നന്ദിനി അടുത്ത് പൂച്ച വരുന്നത് പോലെയല്ലേ എൻ്റെ പുറകിൽ വന്നത്, എന്നെ തള്ളിയിടാൻ വേണ്ടിയിട്ട് വന്നതെങ്ങാനും ആണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എന്താ വേദന ഇങ്ങനെയൊക്കെ പറയുന്നേ, ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ തോന്നി എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗ്. അപ്പോൾ നന്ദിനി അടുത്ത് ആരെങ്കിലും തട്ടിയിട്ടതാണെങ്കിൽ അങ്ങനെ ഒരാളെ അവിടെ കാണേണ്ടതല്ലേ എന്ന് ചോദിച്ചു. എന്നോടല്ല പ്രേതബാധ വല്ലതും ഉണ്ടോ എന്ന് വിശ്വൻ അന്നേരം ചോദിച്ചു. അവിടെ പോയ വേറെ ആർക്കും ഒരു പ്രശ്നവും തോന്നിയില്ലല്ലോ, നന്ദിനിയെ മാത്രം തെരഞ്ഞു പിടിച്ച് തള്ളിയിടുന്ന ഏത് ബാധയാണ് ഉള്ളത്? അപ്പം അതൊന്നും പറയാൻ പറ്റത്തില്ല അമ്മേ, ഇവരുടെ തന്നെ സ്വഭാവമുള്ള ഏതെങ്കിലും ബാധയാണെങ്കിലോ എന്ന് വിനായകൻ അന്നേരം പറഞ്ഞു. ആ ബാധ അവിടെ ഉള്ളപ്പോൾ പുറത്തുനിന്ന് വേറൊരു ബാധയുടെ ആവശ്യമില്ലെന്ന് അവിടെയുള്ള ബാധയ്ക്ക് തോന്നിക്കാണും, അതുകൊണ്ട് തള്ളിയിടാൻ നോക്കിയതാണെങ്കിലോ എന്ന് വിനായകൻ ഇങ്ങനെ ചോദിച്ചു. നന്ദിനി അന്നേരം വിനായകൻ ഇങ്ങനെ തുറച്ചു നോക്കുക. അപ്പം എനിക്ക് സംശയം ആ ബാധയുടെ പേര് വിനായകൻ എന്നാണോ എന്ന് നന്ദിനി ഇങ്ങനെ പറഞ്ഞു. അത്രയും നേരം എൻ്റെ അടുത്തുണ്ടായിരുന്ന നിങ്ങൾ ആ നിമിഷമാണ് നിങ്ങൾ മാറിപ്പോയത്, സത്യം പറഞ്ഞു. നിങ്ങൾ എന്നെ മനഃപൂർവ്വം തള്ളിയിട്ടിട്ട് പോയത് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പലപ്പോഴും നിന്നെ തള്ളി താഴെ ഇടണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്തവണ ഞാനല്ല കേട്ടോ, ഉറപ്പായിട്ട് ഞാനല്ല, നിങ്ങൾക്കിട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, വീട്ടിലോട്ട് ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുക. പറഞ്ഞു ഈ ടൂറിന് മൂഡ് കളയരുത്, എല്ലാവരും ഒന്ന് ഉഷാറായിട്ടിരുന്നേന്ന് വിശ്വൻ അന്നേരം പറഞ്ഞു. പിന്നെ എല്ലാവരും ഈ സംസാരമൊക്കെ നിർത്തി അടുത്ത സ്ഥലത്തേക്ക് ചെന്നു. അങ്ങനെ ഒരു കൊട്ടാരം പോലെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ചെന്നിറങ്ങി എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നടന്നു പോവുക. അപ്പം അപ്പുമോളാണെങ്കിൽ ഓരോ ചോദ്യങ്ങളൊക്കെ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പം വിക്രത്തോട് ചോദിക്കുന്നു. വിക്രം അതൊക്കെ കൊച്ചിന് പറഞ്ഞും കൊടുക്കുന്നു. അപ്പോൾ വിനായകൻ പറഞ്ഞു ഈ കൊട്ടാരത്തിലൊരു രഹസ്യ തുരങ്കമുണ്ട്, ആ തുരങ്കത്തിലൂടെ പോലെ അങ്ങ് തുരങ്കത്തിലൂടെ അങ്ങ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരെ എത്താമായിരുന്നു പണ്ട് എന്നൊക്കെ വിനായകൻ പറഞ്ഞേ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഈ കഥയൊക്കെ പറഞ്ഞു പോവുക. പിന്നെ എന്ന് പറയുമ്പോൾ പിന്നെ എന്താ ഒരു സംശയം വിനായകൻ ചേട്ടൻ എന്ന് വേദ ചോദിച്ചു. ശരിയാണോടാ എന്ന് വിക്രത്തോട് ചോദിക്കും കേട്ടോ നന്ദിനി. അപ്പം വേദ പറഞ്ഞത് ശരിയാണോന്ന്. എന്ത്? അല്ല, ഈ കൊട്ടാരത്തിൽ നിന്നുള്ള തുരങ്കം അങ്ങ് പത്മനാഭ ക്ഷേത്രം വരെ എത്തുവോടാന്ന് ചോദിച്ചു. പിന്നെ
എൻ്റെ പൊന്നെ, നീ ഇതൊന്നും സാമൂഹ്യ പാഠത്തിൽ പഠിച്ചിട്ടില്ല. അത് സ്കൂളിൽ വല്ലതും പോട്ടുണ്ടെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളല്ലേ എന്ന് വിനായകൻ. ഇല്ല, ഞാൻ പിന്നെ നിലത്തെടുത്താണല്ലോ പഠിച്ചത്. എനിക്ക് 10ാം ക്ലാസ്സിൽ 215 മാർക്കുണ്ടായിരുന്നു എന്ന്. ഓ, ഡിസ്റ്റിങ്ഷൻ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ പോകുമ്പോൾ ആണോ, അതൊരു നിസ്സാര മാർക്കൊന്നും അല്ല. അയ്യോ, ഡൊണേഷൻ കിട്ടി ജയിച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പോൾ സത്യമാണോ വേദേ, ഇവിടെ തുറങ്ങുണ്ടായിരുന്നോ എന്ന് നന്ദിനി ചോദിക്കുമ്പം അത് ചെന്ന് കയറുന്നതേ നിലവറയിലേക്കാണെന്നാ പറയപ്പെടുന്നതെന്ന് പറയുമ്പം ആണോ, ഷൂ, ആ തുറക്കാത്ത നിലവറയിലേക്കോ? അതിൽ നിറയെ സ്വർണവും രത്നങ്ങളൊക്കെ മാത്രമല്ലേ ഉള്ളത്. ആണല്ലേ പറഞ്ഞ് നന്ദിനി നിൽക്കുമ്പം പിന്നെ ആ വഴിയൊന്ന് പോയാലേ കൈ നിറയെ വാരി തിരിച്ചു വരാം, ആരും അറിയാനും പോകുന്നില്ല. ഷൂ ആണോ എന്നും പറഞ്ഞിട്ട് നന്ദിനി. അപ്പോൾ എന്താ മോള് നോക്കണേന്ന് അപ്പുമോളോട് ചോദിച്ചപ്പോൾ നന്ദിനിയുടെ കാട്ടായൊക്കെ കൊച്ചു വരെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ വായും പൊത്തിപ്പിടിച്ച് ചിരിച്ചോണ്ട് പോവാ നന്ദിനിയുടെ ബുദ്ധി ഓർത്തിട്ടേ. അങ്ങനെ അവർ ആ കൊട്ടാരത്തിൻ്റെ അകത്ത് ചെന്നു. അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. നന്ദിനി അന്നേരം തുരങ്കന്വേഷിച്ച് പോകും, ആരും കാണാതെ പാത്തും പതുങ്ങിയും ആ ഒരു ഇരുളടഞ്ഞ വഴിയിലൂടെ നടന്ന് പോയാൽ തുരങ്കത്തിൻ്റെ അവിടെ എത്തുവാണ്. അങ്ങനെ ഒരു സ്റ്റെപ്പ്, അതായത് ഈ കറങ്ങിയുള്ള സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ കറങ്ങിയുള്ള സ്റ്റെപ്പിൽ ഇറങ്ങി ഒരു ഇരുട്ടറയിലേക്ക് ചെന്നങ്ങ് പെട്ടു. അങ്ങനെ നന്ദിനി സ്വർണം അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ പോകുന്ന വേദ പറഞ്ഞതുപോലെ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയാലോ, ചിലപ്പോൾ എങ്ങാനും കിട്ടിയാലോ എന്നൊക്കെ നന്ദിനി ഇങ്ങനെ ചിന്തിച്ചിട്ട് നന്ദിനിൻ്റെ അകത്തോടെ കയറി പോവുക. അകത്ത് കയറി ചെന്ന് ഇപ്പോൾ വഴി തെറ്റിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്തൊക്കെയോ ശബ്ദങ്ങൾ അപ്പുറേന്ന് ഇപ്പുറേന്നൊക്കെ കേൾക്കാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കി പേടിയായി. പക്ഷേ പിന്നാലെ ആരോ വരുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ആ ഇരുട്ടറയിൽ കൂടെ കയറി ചെന്ന് കുറേ അറകളുള്ളൊരു സ്ഥലത്തെത്തിയിട്ട് എല്ലാ അറകളിലും ഇങ്ങനെ തട്ടി നോക്കുക കേട്ടോ. അതിൽ ഒരറ തട്ടിയപ്പോഴത്തേക്കും അതങ്ങനെ തുറന്നങ്ങ് പോയി. നന്ദിനി ഓടി കയറി അതിൻ്റെ അകത്തേക്ക്. ഇനി ഇതിനകത്തെങ്ങാനും ആണോ ഇരിക്കുന്നത് എന്നുള്ളൊരിതിൽ അങ്ങനെ ചാടി അതിൻ്റെ അകത്ത് ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ കൂരിരുട്ട്. പേടിച്ചു വിറച്ചാരണ്ട് ഇങ്ങനെ നിൽക്കുക. കയറിയ ഉടനെ ഈ വാതിൽ തന്നെ അടയുകയും ചെയ്തു. നന്ദിനിക്ക് പണി പാളി. ആരാത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദിനി അകത്ത് കിടന്ന് തട്ടി വിളിക്കുക. പക്ഷേ നന്ദിനി ഒരുക്കി പെട്ടുപോയി. അങ്ങനെ വേദ പറഞ്ഞ കഥയും കേട്ട് സ്വർണ്ണം എടുക്കാൻ പോയതാ കൊട്ടാരത്തിൽ. പണി പാലും വെള്ളത്തിൽ കിട്ടി. വിക്രം, വിശ്വേട്ടാ, വിനായകേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുക. ആര് വരാൻ, എവിടെ വരാൻ, എപ്പോൾ വരാൻ, ആരും അറിയാതെ പാത്തും പതുങ്ങിയും പോയാൽ ഇരുട്ടറയിൽ നമ്മുടെ നന്ദിനി കിടന്നിങ്ങനെ ചക്രശ്വാസം വലിക്കുക കേട്ടോ. ഇനി നന്ദിനിയുടെ കാര്യം എന്താകുമോ എന്തോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു രസകരമായൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.